യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളെ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നീ കാരണാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അവന്റെ സ്വഭാവം ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ. എന്നാലും ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും അയാൾ തേടി വരുവച്ച. അവിടെയൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തിനാച്ചാ ഞാൻ വെറുതെ എല്ലാവർക്കും ഒരു ശല്യമാവുന്ന. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കാച്ച. എന്ത് തീരുമാനം? ഞാൻ വേറെ എവിടെയെങ്കിലും റെന്റിനൊരു വീടെടുത്ത് പിള്ളേരെ കൊണ്ട് അങ്ങോട്ടേക്ക് മാറാം. മോളെ, നീ എന്ത് ഭ്രാന്തൊക്കെയായി പറയുന്നത്? പറക്കം പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ മാറി താമസിക്കാനോ? അങ്ങനെ നീ ഇവിടുന്ന് മാറി നിന്നാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാൻ ആരെങ്കിലും വെച്ചോളാച്ച. ഞാൻ തനിച്ചാവുമ്പോ അയാൾ അധികം ഉപദ്രവിക്കില്ല. ഞാൻ പോലീസിനെ വിളിക്കുമെന്നറിയാം. നിങ്ങളൊക്കെ എന്നെ സഹായിക്കാനുണ്ടെന്ന് അറിയുമ്പോഴാ അയാൾക്ക് കൂടുതൽ വാശി. ആ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. അതുകൊണ്ട് മാറി താമസിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. നീ മണ്ടത്തരം നിർത്തുന്നുണ്ടോ? നോക്ക് ചിരു, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നീയും നിന്റെ കുഞ്ഞുങ്ങളും വേറൊരിടത്ത് തനിച്ച് താമസിക്കേണ്ട കാര്യമില്ല. വിനയൻ ഇനിയും വന്നോട്ടെ, ഞങ്ങൾ നേരിട്ടുള്ള അവനെ പേടിച്ച് നിന്നെ എന്തായാലും ഞങ്ങൾ മാറ്റി നിർത്താനൊന്നും പോകുന്നില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് വെക്ക്. മോളെ, നീ ഇങ്ങനെ കരയല്ലേ? നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് നീ ഒരു ഭാരമായിട്ട് തോന്നുന്നോ? അത് വിചാരിച്ചാണോ നീ പോകുന്നത്? അത് നല്ല ചേച്ചി, നിങ്ങൾ എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നാളെ വീണ്ടും അയാൾ എന്നെ തിരക്കി വരും. എന്റെ ഭാര്യ ഇവിടെ പിടിച്ചു വയ്ക്കാൻ നിനക്ക് എന്താ അവകാശം എന്ന് രഘുവേട്ടനോട് ചോദിക്കുകയും ചെയ്യും. ചോദിക്കട്ടെ, ചോദിക്കാൻ അവനിങ്ങ് വരട്ടെ. അന്ന് തീരും അവന്റെ കഥ. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അയാളെ കൊന്നിട്ട് രഘുവേട്ടനെ ജയിലിൽ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടുകൂടി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ചേച്ചിയും രഘുവേട്ടനും അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പോവാൻ തീരുമാനിച്ചത് തന്നെ. ആരെതിർത്താലും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയിരിക്കും. ചിരു, സോന കഴിച്ചോ അമ്മേ? ആ, അവള് നേരത്തെ കഴിച്ച് കിടന്നായിരുന്നു. എനിക്ക് അമ്മയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറ. എന്നോട് പറയാൻ എന്തിനാ നീ അനുവാദം വാങ്ങിക്കുന്നേ? അത് പിന്നെ അമ്മ, ഞാൻ നമ്മുടെ സത്യന്റെ കാര്യത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. സത്യനെ ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതിയോ? അവനൊരു ജീവിതം വേണ്ടേ? അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ. പക്ഷേ അതോർത്ത് നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? അവനൊരു കുടുംബവും ജീവിതവും ഒക്കെ വേണ്ടേ അമ്മേ? അതവന്റെ വിധി. അത് തന്നെ ഞാനും പറയാൻ വന്നത്. നമുക്കവനൊരു കല്യാണം നോക്കണ്ടേ? നീ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഇന്ദ്ര? എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടി അവന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതെയോ? ആരെ ഇന്ദ്ര? ഏത് പെൺകുട്ടിയാ?
പിന്നെ അത് അമ്മേ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രതിഭയില്ലേ, നല്ല കുട്ടിയാ. പ്രതിഭയോ? അതെ അമ്മേ. അത് ഇന്ദ്ര, അവരുടെ കുടുംബം അറിയാലോ. അവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാ. നമ്മുടെ സത്യനാണെങ്കിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞതാ. വീണ്ടും ഇങ്ങനൊരു കുടുംബത്തിലേക്ക് അത് ആ ബന്ധം വേണമെന്ന എന്റെ സംശയം. അതല്ലമ്മേ, സത്തിന് വേണ്ടി ഇനി നമ്മൾ ആലോചിക്കുന്ന പെൺകുട്ടി എല്ലാ അർത്ഥത്തിലും അവനെ മനസ്സിലാക്കുന്നവളാവണം. അവന് സംഭവിച്ചത് എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയാവുന്ന പെൺകുട്ടിക്ക് മാത്രമേ അവനെ സ്നേഹിക്കാൻ സാധിക്കൂ. ആ കാര്യത്തിൽ പ്രതിഭ പൂർണ്ണമായിട്ടും സത്തിന് യോജിച്ച ആളാ. നീ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ സത്യൻ ഇതിന് സമ്മതിക്കുവോ? നീ അവനോട് സംസാരിച്ചോ? അവനോട് ഞാനത് സൂചിപ്പിച്ചു. പക്ഷെ അവൻ സമ്മതിക്കുന്ന ലക്ഷണമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? പതിയെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. ആ, ഇക്കാര്യത്തില് അവനെ എന്നെക്കാളും സ്വാധീനിക്കാൻ പറ്റുന്ന നിനക്കാണല്ലോ. ഞാൻ പറയാം അമ്മേ. പിന്നെ ഈ കാര്യം അവനോട് പറഞ്ഞപ്പോ അവൻ മറ്റൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു. എനിക്ക് അതിന് മറുപടി ഇല്ലായിരുന്നു. എന്താ? അവൻ എന്നോട് ചോദിക്കുക, സോനിയും എന്നെ പോലെയല്ലേ എന്റെ ഭാവിയെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്ന നിങ്ങൾ എന്താ അവളെക്കുറിച്ച് ഓർക്കാത്തതെന്ന്. അമ്മ എന്തിനാ കരയുന്നേ? വേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്റെ 2 മക്കളുടെ ജീവിതം ഇങ്ങനായി. അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു രാത്രി പോലും ഇല്ല. സത്യത്തിലൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. എല്ലാം ശരിയാവും അമ്മേ, നീ വിഷമിക്കാൻ. ഒന്ന് ഓർത്തേ മോനെ, നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച എന്താവും സോനയുടെ അവസ്ഥ? അവളുടെ കൂടെ പുറത്തേക്കൊക്കെ പോകുമ്പോ ഓരോരുത്തരും കുടുംബത്തോടെ സന്തോഷമായിട്ട് നടക്കുന്നത് കാണുമ്പോ എന്റെ നെഞ്ചു പെടയുക. അവളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ഞാനും അത് തന്നെയമ്മേ പറയുന്നേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതോർത്ത് ഉരുകാതെ പുതിയൊരു ജീവിതം അവർക്കുണ്ടാവണ്ടേ? അതിനൊക്കെ ആദ്യം ആ ശ്യാമുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണ്ടേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, സോനയുടെ കൺവെട്ട് തന്നെ ഉണ്ടവൻ. അവൻ ഇവിടെ ഉള്ളിടത്തോളം എനിക്ക് സമാധാനമില്ല. അതേക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കണ്ട. നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഇപ്പൊ ഒരുപക്ഷെ അവനത് കിട്ടിക്കാണും. എന്തെങ്കിലും സോന പറഞ്ഞിരുന്നോ? ഏയ് ഇല്ല, ഇതുവരെ അവളൊന്നും പറഞ്ഞിട്ടില്ല. ഓഹ്, വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പുറമെ സന്തോഷം അഭിനയിച്ച് നടക്കും അവള്. വാ ഭാനുമേ. അനു എവിടെ മോനെ? ഏട്ടത്തി അകത്തുണ്ട്. ഞാൻ വന്നത് മോളെങ്ങനെ അറിഞ്ഞു? അതാണ് എന്റെ ഏട്ടത്തി. സത്യന് ചായ എടുക്കായിരുന്നു. അപ്പോഴാ ഭാനുമ്മയുടെ സംസാരം കേട്ടത്. അപ്പൊ പിന്നെ ഭാനുമ്മയ്ക്ക് ഒരു ചായ കൂടി എടുത്തു. ഇതാണ് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയുടെ ലക്ഷണം. ആഗ്രഹിക്കുന്നവർക്ക് അറിഞ്ഞു ഭക്ഷണം കൊടുക്കുക. ഒരു ചായ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. എങ്കിൽ കുടിക്ക്. ഞാനേ പിച്ചുമോന് പാല് കൊടുത്തിട്ട് വരാം. അയ്യോ, എന്തു പറ്റി മോളെ? എന്താ പറ്റി? ഭാനുമ ഇങ്ങോട്ട് ഇരുത്ത്. വാ, അവിടെ ഇരിക്കും മോളെ. അങ്ങോട്ടിരിക്ക, പതുക്കെ ഇരിക്ക. അവിടെ ഇരിക്ക. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഏട്ടത്തി, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട സത്യ, ഇത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതെ മോളെ, ഇങ്ങനെ ആദ്യമായിട്ടാണോ വേദന വന്നത്? അല്ല, വയറിൽ ഇറുക്കി പിടിച്ചതുപോലെ ചില സമയം വേദന തോന്നാറുണ്ട്. ആ സമയം ജീവൻ പോകുന്ന പോലെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോ തനിയെ മാറിക്കോളും ഭാനുമ്മേ. അല്ല, എപ്പോ തൊട്ടാ ഏട്ടത്തി ഇങ്ങനെ വേദന തുടങ്ങിയത്? കുറച്ച് ദിവസമായിട്ടുണ്ട്. ആദ്യം ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴിപ്പോ കൂടുന്നുണ്ട്. അയ്യോ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ട് ഭാനുമ്മേ. പെട്ടെന്നൊന്ന് മിന്നിപ്പോയി. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഉടനെ ഹോസ്പിറ്റലിൽ പോണം. അതെ, ഈ സമയത്തുണ്ടാകുന്ന വേദനയൊന്നും നിസ്സാരമായി കാണാൻ പാടില്ല.